തിരുവനന്തപുരം മാറനല്ലൂരിൽ അങ്കണവാടിയിലെ ക്ലാസ് മുറിയിൽ വീണ് പരിക്കേറ്റ 3 വയസ്സുകാരിയുടെ നില ഗുരുതരം. കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. അപകട വിവരം യഥാസമയം വീട്ടുകാരെ അറിയിക്കാതിരുന്ന അങ്കണവാടി വർക്കറെയും ഹെൽപ്പറെയും സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഈ അംഗൻവാടി ഹെൽപ്പറെയും അംഗൻവാടി വർക്കറെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇവർക്കെതിരെ മറ്റെന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ? ബാലാവകാശ കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലേ? മോത്തി, മാറനല്ലൂരെ അംഗൻവാടിക്ക് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അംഗൻവാടിക്കെതിരെ പ്രധാനമായിട്ട് ഉയരുന്ന ആരോപണം, കുട്ടി വീണത് വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് കുട്ടി വീഴുന്നത്. പക്ഷേ ഇത് കുട്ടി വീണ സമയത്തൊന്നും തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒന്നും തയ്യാറായിരുന്നില്ല. എനിക്ക് പിന്നിൽ കാണുന്നത് പോലീസ് സ്റ്റേഷൻ കൂടെയാണ്. ഈ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടായിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത് മാറി ഹോമിയോ ഡിസ്പെൻസറിയും അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും കുട്ടിയെ കാണിക്കാൻ ടീച്ചറോ അതുപോലെ തന്നെ ഹെൽപ്പറോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഈ സമയത്ത് അച്ഛൻ വൈകുന്നേരം 3 മണിക്ക് കുട്ടിയെ വിളിച്ച് കൊണ്ടുപോയ സമയത്താണ് കുട്ടി ഛർദ്ദിക്കുകയും തലവേദന എടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടി ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് കുട്ടിക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം കുട്ടി പറയുകയും പിന്നീട് സഹോദരനും ഈ അംഗൻവാടിയിൽ തന്നെ പഠിക്കുകയാണ്. കുട്ടിയാണ് പറയുന്നത് വൈഗ വീണിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. അതേ തുടർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് തലയിൽ രക്തം കട്ട പിടിക്കുകയും ചെയ്തിട്ടുള്ളതായി കണ്ടെത്തുന്നു. എന്തായാലും ആ സമയത്ത് തന്നെ അധ്യാപികയെ കുടുംബം വിളിച്ചിരുന്നു. കുടുംബം വിളിച്ചപ്പോൾ അധ്യാപിക പറഞ്ഞത് രാവിലെ വീണു, പക്ഷേ പറയാൻ മറന്നുപോയി എന്നുള്ളതാണ്. ആ ഒരു വീഴ്ചയാണ് അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. രാവിലെ വീണതാണ്, പക്ഷേ 9 മണിയോടെ, രാത്രി 9 മണിയോടെയാണ് ഈ വിവരം വീട്ടുകാർ വിളിക്കുമ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ അവസ്ഥ ഇത്ര ഗുരുതരമായിട്ട് മാറുകയും ചെയ്തത്. സുഷുമ്ന നാഡിക്കും തലച്ചോറിനും ക്ഷതമുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം കുട്ടിയുടെ അനിയൻ പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ വിവരം പുറത്തേക്ക് വന്നത്. ഇല്ലെങ്കിൽ ആ വിവരം പുറത്ത് അറിയുകയുമില്ല. എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ആരോഗ്യ വകുപ്പും ഇത് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇപ്പോൾ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 20ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പുതിയ അധ്യാപികയും പുതിയ ഹെൽപ്പറും ഇവിടെ ചാർജ് എടുത്തിട്ടാണ് ഇപ്പോൾ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം മുൻപോട്ട് പോവുകയാണ്. പോലീസും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി വരികയാണ്. എന്തായാലും കുട്ടി വീണത് കസേരയിൽ നിന്ന് പിന്നിലേക്ക് മറിഞ്ഞു വീണു എന്നുള്ളതാണ് അധ്യാപിക പറഞ്ഞത്. ആ സമയത്ത് കുട്ടി ശാരീരിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. തലവേദന ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അധ്യാപികയുടെ. ശരി ഗോകുൽ.